സിനിമയുടെ ആരംഭത്തിൽ കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് കാണിക്കുകയാണ്. ആ ബോട്ടിലെ 4 പേരുണ്ട്. ജൂലിയ, അവരുടെ ഹസ്ബൻഡ് ടോം, പിന്നെ അവർ 2 മക്കള് ബെന്നും കാസിയയും. ഇവരെന്തിനാണ് കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ രണ്ടാമത്തെ മകനായിട്ടുള്ള ബെന്നിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് ഡിഫറെന്റ് ആയിട്ട് ആഘോഷിക്കാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു അവർ കടലിലേക്ക് പോയത്. എന്തായാലും കടലിന്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ ബോട്ട് നിർത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ജൂലിയ ഒന്ന് നീന്താൻ വേണ്ടിയിട്ട് കടലിലേക്ക് എടുത്ത് ചാടുകയാണ്. പോകുന്നതിന് മുൻപേ മകളോട് പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് കടലിലേക്ക് ചാടുകയാണ് കേട്ടോ. അവളാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെവിയിൽ ഒരു ഹെഡ്സെറ്റും വെച്ചിട്ട് പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതേ സമയം തന്നെ ബോട്ടിന്റെ മറ്റൊരു വശത്ത് ടോമും അവരുടെ ഇളയ മകൻ ബെന്നും കൂടി ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂണ്ടയിടുന്നതിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ ടോം ബെന്നിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേസമയം കടലിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ജൂലിയക്ക് ആ കടലിൽ എന്തോ ഒരു ഡിഫറെന്റ് ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്യുകയാണ്. അധികം വൈകിയില്ല, കടലിന്റെ അടിയിൽ നിന്നും അവൾക്കൊരു അടിവലിവ് ഫീൽ ചെയ്യാണ്. അതായത് നീന്തി നീന്തി അവൾക്ക് മുകളിലേക്ക് വരാൻ കഴിയുന്നില്ല. താഴേക്ക് ഒരു വലിവ് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അതേസമയം അവരുടെ ബോട്ടിലെ കോമ്പസ് ആകട്ടെ കറക്റ്റ് ഒരു ദിശ കാണിക്കാതെ അങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ടോം ആണെങ്കിലോ അതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. അതേസമയം ജൂലിയ ആണെങ്കിലോ പേടിച്ചുകൊണ്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ. എന്നാൽ ഇത് ആരും കേൾക്കുന്നുമില്ല. കാരണം എന്താണ്, കാസി ഉണ്ടല്ലോ, അവൾ ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേൾക്കുകയാണ്. അതേസമയം ടോമും ബെന്നും ഓപ്പോസിറ്റ് സൈഡിലുമാണ്. ഇവരാണെങ്കിലോ അത് കേൾക്കുന്നില്ല. എന്നാൽ ആ സമയത്ത് ടോമിന് എന്തോ ഒരു തോന്നൽ വരികയാണ്. ആരോ വിളിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ. പെട്ടെന്ന് തന്നെ അദ്ദേഹം പിറകു ഭാഗത്തേക്ക് ചെന്ന് നോക്കിയാണ്. ഇതുപോലെ വെള്ളത്തിൽ കിടന്നിട്ട് പൊന്തി വരാൻ പറ്റാത്ത രീതിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ജൂലിയയെ കാണുകയാണ്. അപ്പോൾ പിന്നെ അവനൊന്നും നോക്കിയില്ല. ബോട്ട് വേഗം ചെറുതായിട്ട് മുന്നോട്ടേക്ക് എടുത്ത് അവൻ വേഗം വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്തത്. എന്നിട്ട് ജൂലിയയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അവളാണെങ്കിലോ ആ കുറഞ്ഞ സമയം കൊണ്ട് വല്ലാതെ പേടിച്ചു പോയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനു ശേഷം ടോം അപ്പോൾ ചെറുതായിട്ട് കാസിയെ ചീത്ത പറയാണ്. അതായത് കടലിലെ കാര്യമാണ്, ഒരാൾ നീന്താൻ ഇറങ്ങുന്ന സമയത്ത് മറ്റൊരാൾ അങ്ങോട്ടേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കണം. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കടലാണ്, ചെറിയ പുഴയൊന്നുമല്ല, അങ്ങോട്ടേക്ക് പോയി എടുക്കാനൊന്നും കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ കാസിയെ സോറി പറയാണ്. അച്ഛ, അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്ക്. എന്തായാലും കുഴപ്പമില്ല, നമ്മളൊരു പരിപാടിക്ക് വന്നതല്ലേ, ആരുടെയും മൂഡ് കളയണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നോർമലാകുകയാണ് കേട്ടോ. അങ്ങനെ രാത്രിയായി. ബർത്ത്ഡേ പരിപാടിക്കായതുകൊണ്ട് ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിച്ചു. കേക്കൊക്കെ കൊണ്ടുവന്നു. അവർ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇന്ന് ബെന്നിന്റെ 13ാമത്തെ ബർത്ത്ഡേ ആണ്. എല്ലാവരും അവനായിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ഫോട്ടോ എടുത്തു. അങ്ങനെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ കേട്ടോ. ഇതിനിടയിലെ അവരുടെ മകളുണ്ടല്ലോ കാസി, അവൾ ചെറുതായിട്ട് ഒന്ന് അവിടെ നിന്ന് മുങ്ങിയാണ്. നേരെ ആ ബോട്ടിന്റെ മുൻഭാഗത്തേക്ക് പോയിട്ട് അവളുടെ ലാപ്ടോപ്പ് നിവർത്തി അവളുടെ ബോയ് ഫ്രണ്ടിന് വീഡിയോ കോൾ ചെയ്യാണ്. അപ്പോൾ ബോയ് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, എന്തായി സെലിബ്രേഷനൊക്കെ, എൻജോയ് ചെയ്തോ? അതൊക്കെ പോട്ടെ, എപ്പോഴാണ് നിങ്ങൾ തിരിച്ചു വരുന്നത് എന്നൊക്കെ ഇങ്ങനെ അവൻ ഓരോ വിശേഷങ്ങൾ തിരക്കുകയാണ് കേട്ടോ. അതിനൊക്കെ കാസി ഇങ്ങനെ മറുപടി കൊടുത്ത് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പിറകിലായിട്ട് കാസി എന്തോ ഒന്ന് കാണുകയാണ് കേട്ടോ. അവൾ ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ നടക്കുന്നത്? തന്റെ പിറകില് നല്ല ഇടിമിന്നലും കാറ്റൊക്കെ കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഏയ് അതൊന്നും കുഴപ്പമില്ല, കുറേ സമയമായിട്ട് ഇവിടെയുണ്ട് ഇങ്ങനെ ഇടിമിന്നലും കാറ്റും ഒക്കെ. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സിഗ്നൽ കട്ടായി പോവുകയാണ്. പിന്നീട് ഒരുപാട് ടൈം കാസിയോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് കണക്റ്റായി കിട്ടുന്നില്ല കേട്ടോ. ഇതേ സമയം തന്നെ അവരുടെ ബോട്ടിൽ വന്നിട്ട് ചെറുതായിട്ട് എന്തോ ഒന്ന് തട്ടുന്നത് അവർക്ക് ഫീൽ ചെയ്യാൻ കേട്ടോ. എല്ലാവരും കൂടി വന്നിട്ട് അവിടെ വന്ന് നോക്കുന്ന സമയത്ത് അവരുടെ ബോട്ട് ചുറ്റും നിറയെ തിമിംഗലങ്ങൾ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ടോമ പറയുകയാണ്, ഒരിക്കലും ഈ വഴിയിലൂടെ തിമിംഗലങ്ങൾ വരാനുള്ള സാധ്യതയില്ലല്ലോ. എന്തോ ഒരു പ്രശ്നമുണ്ട്. ടോമിന് ഈ കാര്യം മനസ്സിലാവാനുള്ള കാരണം അവനൊരു ഓഷ്യൻ റിസർച്ചറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സ്യങ്ങളെക്കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചൊക്കെ അവന് നന്നായിട്ട് അത്യാവശ്യം അറിയാം. അതുകൊണ്ടാണ് ടോമിന് സംശയം തോന്നിയത്, ഇവറ്റകൾ എന്താണ് ഈ നേരത്ത് ഇതിലൂടെ ഈ രീതിയിൽ പോകുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ആ തിമിംഗലങ്ങൾ എല്ലാവരും അവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ബോട്ടിന് എന്തെങ്കിലും പറ്റിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ടോം വേഗം വെള്ളത്തിലേക്ക് ചാടുകയാണ്. എന്നിട്ട് അവൻ അടിയിൽ പോയി നോക്കുന്ന സമയത്ത് ആ ഫാൻ എന്തോ അവന്റെ മേൽ തട്ടുകയും ചെറുതായിട്ട് ഷോൾഡറിന്റെ ആ ഭാഗത്ത് ഒരു മുറിവായിട്ടുണ്ട് കേട്ടോ. പിന്നീട് വേഗം തന്നെ ജൂലിയ ആ ഭാഗത്ത് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പറ്റിയത് എന്ന് ജൂലിയ ചോദിക്കുന്ന സമയത്ത് ടോം പറയുന്നുണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട്, പേടിക്കാനൊന്നുമില്ല. അതായത് ഇവരുടെ ബോട്ടിന്റെ അടിഭാഗത്ത് ദിശയെ മാറ്റുന്ന ഒരു ഫാനുണ്ട്, അതിന്റെ ഒരു ലീഫ് തകരാറിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് കറക്റ്റായിട്ട് ദിശ നിയന്ത്രിച്ച് അങ്ങ് പോവാൻ പറ്റില്ല. എഞ്ചിന് തകരാറ് വരുന്നുണ്ടോ എന്നറിയണം. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചെറുതായിട്ട് ടെൻഷൻ വരുന്നുണ്ട്. ഇതേ സമയം തന്നെ കാസി പുറത്തേക്ക് പോയിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ഫോണിൽ സിഗ്നൽ കിട്ടുന്നില്ല. എന്തായാലും ഇതേ സമയം തന്നെ ടോം അവരുടെ ബോട്ടിലെ എത്രത്തോളം ഫുഡ് ബാക്കിയുണ്ടോ എന്ന് നോക്കുകയാണ്. ഏകദേശം 4 ദിവസത്തേക്കുള്ളതുണ്ട്. സൂക്ഷിച്ചും കണ്ടും അത് ഉപയോഗിക്കണം ഇനി. മാത്രമല്ല മകനും ഭാര്യക്കും നല്ല പേടിയായതുകൊണ്ട് തന്നെ ടോം അവരെ പറയുന്നുണ്ട്, അങ്ങനെ പേടിക്കാനൊന്നുമില്ല,
ഇത് ഒരുപാട് വലിയ കപ്പലുകൾ പോകുന്ന റൂട്ടാണ്. ആരെങ്കിലും നമ്മളെ കാണാതിരിക്കില്ല. പിന്നീട് അവർ റേഡിയോ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിലും യാതൊരു സിഗ്നലും ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ആ സമയത്താണ് വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു ശബ്ദം പുറത്തു നിന്ന് അവർ കേൾക്കുന്നത്. എല്ലാവരും കൂടി പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആകാശത്തിലെ ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു തീഗോളം കാണുകയാണ്. അത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ടോമിന് മനസ്സിലായി അതൊരു ഉൽക്കയാണെന്ന്. അധികം വൈകിയില്ല, ഇവരുടെ ബോട്ടിനെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഈ ഉൽക്ക വന്ന് കടലിലേക്ക് പതിക്കുകയാണ്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഇവരുടെ ബോട്ടിന്റെ അടുത്തേക്ക് വരും. അപ്പോഴേക്കും ബോട്ടിനെ വളരെ വേഗം തന്നെ ടോം കുറച്ചപ്പുറത്തേക്ക് നീക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊന്നും ബോട്ടിന് ഡാമേജ് വന്നില്ല. പക്ഷെ എഞ്ചിന് ഡാമേജ് വന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ പെട്ടെന്നൊന്നും ആ ബോട്ടിനെ മുന്നോട്ടേ കൊണ്ടുപോകാൻ കഴിയില്ല. ആ സമയത്ത് തന്നെ വളരെ ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റ്, ഇടി, മിന്നൽ എല്ലാം വരാനിരിക്കുകയായിരുന്നു. സംഗതി വളരെ സീരിയസ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുത്തിടാൻ തുടങ്ങി. ഇതിനു പുറമെ കടലിലാകട്ടെ ഭയങ്കരമായിട്ടുള്ള തിരമാലകൾ രൂപപ്പെടാൻ തുടങ്ങി. ഇവരുടെ ബോട്ടാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത രീതിയിൽ ആടി ഉലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഭയം കാരണം ഇവർ 4 പേരും ബോട്ടിന്റെ എല്ലാ ഭാഗത്തും പോയിട്ട് ഡോറെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ടോം ഇതിനിടയിൽ ഇവർ ഇവിടെ ഉണ്ട് എന്നറിയിക്കാനുള്ള ഒരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ഒരു ഫെയർ മുകളിലേക്കിട്ട് പൊട്ടിക്കുന്നുമുണ്ട്. പക്ഷെ ഇത് ആരോ കണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയില്ല. എന്തായാലും ആ ഒരു രാത്രി ഭയം മൂലം എല്ലാവരും പുറത്തു വരാതെ ബോട്ടിന്റെ ഉള്ളിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മയക്കം മൂലം എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ ഇന്നലെ രാത്രി ഉള്ളതുപോലെ ബോട്ടിന് യാതൊരു ആടി ഉലച്ചിലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വളരെ ശാന്തമായിട്ട് ഒരു അനക്കവുമില്ലാതെ ഈ ബോട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതെന്താണ് ഇങ്ങനെ വരാൻ ഒരിക്കലും സാധ്യതയില്ലല്ലോ എന്ന് കരുതി അവർ 4 പേരും പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. ആ സമയത്ത് ശരിക്കും ഇവരുടെ കണ്ണുകളെ ഇവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഇവർ നിന്നിരുന്ന ആ കടലുണ്ടല്ലോ, അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ആ വെള്ളം മൊത്തം എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇവരുടെ ബോട്ടാണെങ്കിലോ കടലിന്റെ അടിത്തട്ടിലേക്ക് വന്നിട്ട് ഒരു പാറപ്പുറത്തങ്ങ് നിൽക്കുകയാണ്. കടലിന്റെ അടിഭാഗം ഇപ്പോൾ അവർക്ക് ഒരു കര പോലെ മുഴുവൻ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും അവർ 4 പേരും എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഞെട്ടിത്തരിച്ചങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോഴാണ് ടോം കോമ്പസിലേക്ക് അങ്ങ് നോക്കുന്നത്. അതായത് നോർത്ത് ഡയറക്ഷൻ. ഏകദേശം ഒക്കെ ഒരു ധാരണയുണ്ട്, കാരണം സൂര്യൻ ഉദിക്കുമ്പോൾ മനസ്സിലാകുമല്ലോ. എന്നാൽ ഈ കോമ്പസിലെ നോർത്ത് ഡയറക്ഷൻ തെറ്റായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ തന്നെ ടോമിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് ഇന്നലെ വീണ ആ ഉൽക്ക പതനത്തിലൂടെ കാര്യമായിട്ട് തന്നെ ഭൂമിയുടെ നോർത്ത് പോളിനും സൗത്ത് പോളിനും എന്തോ ഒരു വ്യത്യാസം വന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കടലിലെ വെള്ളം മുഴുവൻ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്, കടലിലെ വെള്ളം മുഴുവൻ ഇപ്പോൾ കരഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ കരയുടെ ഭാഗത്ത് വലിയൊരു സുനാമി തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കരയിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാകും. ഒരുപാട് കോടി വർഷങ്ങൾക്ക് മുൻപേ ഇങ്ങനെയൊരു പ്രതിഭാസം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ടോം ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേൾക്കുന്ന പാടത്തന്നെ ടേസി ആകെ ടെൻഷനിലാവാണ് കേട്ടോ. കാരണം എന്താണ്, അവളുടെ ബോയ് ഫ്രണ്ട് ഇപ്പോൾ കരയിലാണല്ലോ. അവൻ മരിച്ചിട്ടുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് അവൾ ആകെ ടെൻഷനായി നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ഓടി അവളുടെ റൂമിലേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന് കരയുകയാണ്. മാത്രമല്ല ഇവരുടെ അമ്മ ജൂലിയ വേഗം അകത്തേക്ക് പോയിട്ട് ഇനി എത്ര ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട് എന്ന് നോക്കുകയാണ്. അതായത് കഷ്ടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകാം. അതേസമയം നമ്മുടെ ബെന്നാണെങ്കിൽ ഇന്നലെ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. ആ സമയത്ത് വീർപ്പിച്ച് വെച്ചേക്കുന്ന ബലൂണുകളെല്ലാം എടുത്ത് കൂട്ടിക്കെട്ടിയിട്ട് അവൻ മുകളിലേക്ക് പറത്തി വിടുകയാണ് കേട്ടോ. അതായത് ഇവരുടെ ഈ ലൊക്കേഷൻ ആർക്കെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ കേട്ടോ അവൻ. ഇപ്പോൾ ടോം ആണെങ്കിലും ആ ഒരു റേഡിയോയിലൂടെ സിഗ്നലുകൾ എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അതേസമയം എങ്ങനെയോ അത് മറ്റൊരു ബോട്ടിലേക്ക് കണക്റ്റ് ആവുകയാണ്. അങ്ങനെ ആ ആളും ടോമിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ടോട്ടലി ഫെയിൽ ആയതുകൊണ്ട് ഈ 2 കൂട്ടർക്കും പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ 2 പേരും ആകട്ടെ നല്ല ആഴമുള്ള സ്ഥലമായതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു നിൽക്കുന്നത്. അവരുടെ ആ സംസാരത്തിലൂടെ അവർക്ക് തന്നെ മനസ്സിലായി ആ വെള്ളം അവിടെ നിന്ന് മാറിപ്പോയിട്ടില്ലേ. ഒരാഴ്ചക്കകം ആ വെള്ളം പഴയതുപോലെ തന്നെ അത് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയും ചെയ്യും. ആ ഒരു സമയം ആവുമ്പോഴേക്കും അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയേ പറ്റൂ. അപ്പോൾ നല്ലൊരു ഹൈറ്റുള്ള ഭാഗത്തേക്ക് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ ടോമിനോട് പറയുന്നുണ്ട്. പക്ഷേ അത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല അയാളുടെ കയ്യിലുള്ളത് ഒരു മുങ്ങിക്കപ്പലാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഞങ്ങളും വന്നോട്ടെ എന്ന് ടോം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം 2 പേർക്ക് മാത്രമേ ഇതിനകത്ത് നിൽക്കാൻ കഴിയൂ. കൂടുതൽ ആളുകൾ വന്നാൽ ഇതിനത് താങ്ങില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ടോം പറയുന്നുണ്ട് ഞങ്ങൾ 4 പേരുണ്ട്, അറ്റ്ലീസ്റ്റ് എൻ്റെ 2 മക്കളെങ്കിലും അതിൽ കയറ്റിയിരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അയാൾ അത് സമ്മതിക്കുകയാണ്. അതിനുശേഷം ആ ചെറിയ മുങ്ങിക്കപ്പലുള്ള സ്ഥലത്തുണ്ടല്ലോ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ടോം ഇപ്പോൾ മാപ്പിൽ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നല്ല പേടിയാണ്. മക്കൾ 2 പേരും സുരക്ഷിതമായിട്ട് ആ മുങ്ങിക്കപ്പലിൽ എത്തിച്ചാലും നമ്മുടെ ടോമും ആ ജൂലിയയും എന്ത് ചെയ്യും?
മാത്രമല്ല ആ മുങ്ങിക്കപ്പല് അതുള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറച്ചധികം ദൂരമുണ്ട് എന്ന് കരുതി ഒരാഴ്ചക്ക് മുകളിലേക്കൊന്നും സമയമെടുക്കാനും പറ്റില്ല. അപ്പോഴേക്കും ശക്തമായിട്ടുള്ള തിരമാലയോട് കൂടിയിട്ട് ആ വെള്ളം ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് നടന്നു പോകാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ഒരാൾ വരുന്നതായിട്ട് ടോം കാണുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടതുകൊണ്ട് തന്നെ ടോം വേഗം ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. ആ നടന്നു വരുന്ന ആൾ നല്ല ക്ഷീണിതനായിരുന്നു. അയാളുടെ കൂടെയാണെങ്കിൽ ഒരു നായയുമുണ്ട്. ശരിക്കും അയാൾ അങ്ങോട്ടേക്ക് വന്നത് തന്നെ ടോമിന്റെ മകനായിട്ടുള്ള ബെന്നെ കുറച്ച് ബലൂൺ മുകളിലേക്ക് വിട്ടായിരുന്നല്ലോ. അത് കണ്ടിട്ടാണ് ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നത്. ആ വരുന്ന ആളെ കണ്ടതും ടോമിന് പാവം തോന്നുകയാണ്. വല്ലാത്ത ക്ഷീണവുമുണ്ട്. അത് കണ്ട ഉടൻ തന്നെ ടോം പോയിട്ട് അയാൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ ആ വെള്ളം കുടിച്ചു. ഓക്കെ ആയതിനു ശേഷം അയാൾ നന്ദി പറയുമെന്ന് വിചാരിച്ച് നോക്കി നിൽക്കുമ്പോൾ ആ ബോട്ടിലിന്റെ ബാക്ക് ഭാഗം കൊണ്ട് അയാൾ ടോമിന്റെ തലക്കിട്ട് ഒറ്റരടി കൊടുക്കുകയാണ്. പാവം നമ്മുടെ ടോം തറയിൽ വീഴാണ്. ഇതിനുശേഷം അയാളുടെ കയ്യിൽ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കുന്തം ഉണ്ടായിരുന്നു. ഇത് വെച്ച് പാവം നമ്മുടെ ടോമിന്റെ വയറ്റിലേക്ക് ഒരൊറ്റ കുത്തുകയാണ്. അവനെ അവിടെ വെച്ച് തന്നെ അദ്ദേഹം കൊല്ലുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് പാവം നമ്മുടെ ജൂലി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവൾ ആകെ ഷോക്കായി പോയി. മാത്രമല്ല ഇനി അവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ജൂലിയ വേഗം തന്നെ മക്കളെ രക്ഷപ്പെടുത്താനായിട്ട് അവരുടെ അടുത്തേക്ക് ഓടുകയാണ്. ഇതേ സമയം ഈ വന്ന പന്ന നായുണ്ടല്ലോ, വെള്ളം കൊടുത്ത മനുഷ്യനെ കൊല്ല എന്ന് വെച്ച ഇവനൊക്കെ ജീവിച്ചിരിക്കാൻ പോലും പാടില്ലായിരുന്നു. നേരത്തെ തന്നെ ചാവേണ്ടതായിരുന്നു. എന്തായാലും കയ്യിലുള്ള ആ കുന്തം വെച്ച് ജൂലിയക്ക് നേരെ എറിയുകയാണ്. എന്നാൽ എന്തോ ഒരു ഭാഗ്യത്തിന് അവളുടെ ഷോൾഡറിലൂടെ അത് ഉരസി പോവുകയാണ് ചെയ്തത്. അവളുടെ ദേഹത്ത് അത് കയറിയില്ല. അവൾ എങ്ങനെയോ സർവൈവ് ആയിട്ട് ഇപ്പോൾ മക്കളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ മക്കളോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് കേട്ട് അവർ രണ്ടുപേരും ആകെ പേടിച്ചു പോവുകയാണ്. അപ്പോൾ തന്നെ അവർ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് ആ ബോട്ടിന്റെ ബേസ്മെന്റ് ഉണ്ട്, അവിടെ ഒളിപ്പിച്ച് കിടത്തുകയാണ്. ഇതിനുശേഷം ഒരു കത്തിയുമായിട്ട് ആ ബോട്ടിലെ ടോയ്ലറ്റിൽ പോയിട്ട് ജൂലിയ ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അതിന്റെ മെയിൻ ഡോറ് ക്ലോസ് ചെയ്യാനായിട്ട് അവർ മറന്നിട്ടില്ല കേട്ടോ. ഇതേ സമയത്ത് ആ കില്ലർ വന്നിട്ട് എങ്ങനെയൊക്കെയോ ചവിട്ടി പൊളിച്ച് ആ ബോട്ടിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ശേഷം അയാൾ നേരെ പോകുന്ന കിച്ചൺ സൈഡിലേക്കാണ്. എന്നിട്ട് അവിടെ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് നോക്കുകയാണ്. അവിടെ കണ്ടതെല്ലാം വാരി വലിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഇതായത് ഭയങ്കര സ്വാർത്ഥനായിരുന്നു കേട്ടോ അയാള്. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു മൃഗീയമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ. ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ആ നമ്മുടെ വെള്ളം കൊടുത്ത ടോമിനെ വരെ കൊന്നു കളഞ്ഞത്. അങ്ങനെ വിശപ്പെല്ലാം ഒതുങ്ങിയ സമയത്ത് അയാൾ ഈ ബോട്ടിലുള്ള ബാക്കിയുള്ള ആളുകളെ തെരഞ്ഞു നടക്കുകയാണ്. ഇതേ സമയത്ത് കയ്യിൽ കത്തി പിടിച്ചിട്ട് നമ്മുടെ ജൂലി അതങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ, അവൻ വന്നാൽ അപ്പം കുത്താനായിട്ട്. എന്നാൽ ആ റൂമിൽ അവിടെ ജൂലിയ ഉണ്ട് എന്ന് മനസ്സിലാക്കി. അതായത് അദ്ദേഹത്തിന് അവളുടെ പേരൊന്നും അറിയില്ല. അയാൾ നേരത്തെ കണ്ട ആ പെണ്ണ് അവിടെ ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അതിനകത്തേക്ക് കയറി വരികയാണ്. പക്ഷെ അവിടെ ജൂലിയ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഈ അപകടത്തിലെ ആ കപ്പലിന് ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അത് അവിടെ തന്നെയായിരുന്നു. ആ ഹോളിലൂടെ ജൂലിയ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ബോട്ടിന്റെ അടിയിൽ വന്ന് അവൾ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അതേസമയം തന്നെ അയാൾ വന്നിട്ട് ആ ഹോളിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. പക്ഷെ അയാൾക്ക് ജൂലിയെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലോ അയാളുടെ ആ കറുത്ത നായരുണ്ടായിരുന്നല്ലോ, അത് ജൂലിയെ കണ്ടിട്ട് കുരച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് പണിയാകുമെന്ന് മനസ്സിലാക്കിയ ജൂലിയ ആ പതിയെ ആ നായയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ കത്തി നായയുടെ കഴുത്തിൽ ഇറക്കുകയാണ് കേട്ടോ, കൊന്നു കളയുകയാണ് കേട്ടോ. ആ കരച്ചിൽ കേട്ടിട്ട് അയാൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അയാളുടെ ആ പ്രിയപ്പെട്ട നായ ചത്തു കിടക്കുന്നത് കാണുന്നത്. ഇപ്പോൾ ഈ കില്ലറുടെ ശ്രദ്ധയൊന്നും മാറിയല്ലോ. ഇതേ സമയത്ത് തന്നെ ജൂലിയ ബോട്ടിന്റെ മുകളിലേക്ക് കയറിയിട്ട് അവരുടെ കയ്യിൽ കത്തിയുമുണ്ട്. അത് വെച്ചിട്ട് അയാളെ കൊല്ലാം എന്ന പ്ലാനോട് കൂടി അദ്ദേഹത്തിന്റെ മേലിലേക്ക് ചാടി വീണെങ്കിലും പക്ഷെ അത് ചെറുതായിട്ട് ഫെയിലായി പോയി. അയാൾ അവളെയും പിടിക്കുകയാണ്, കത്തിയും അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ കില്ലർ അവിടെ വെച്ചിട്ട് ജൂലിയെ നന്നായിട്ട് അടിച്ച് വീഴ്ത്തി കൂട്ടി വെക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ കില്ലറുടെ കയ്യിൽ നിന്നും ജൂലിയെ അടി മേടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു സംഭവം അവിടെ ഒളിച്ചിരിക്കുന്ന അവളുടെ മൂത്ത മകൾ കാസി കാണുകയാണ്. അവളുടെ കയ്യിൽ ഒരു ഫ്ലെയർ ഗൺ ജൂലിയ കൊടുത്തിരുന്നു. സഹിക്കെട്ടാൽ മാത്രം, അതായത് ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രം ഈ ഗണ്ണ് എടുത്താൽ മതി എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മയെ തല്ലുന്നത് അവൾക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? ഇല്ല. കാസി പെട്ടെന്ന് തന്നെ ആ ഡോർ തുറന്നിട്ട് ഇയാളുടെ മുഖത്തേക്ക് ആ ഫ്ലെയർ ഗൺ ഉപയോഗിച്ച് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. അതിന്റെ ആ ഒരു തീ ഇയാളുടെ മുഖത്തേക്ക് വന്ന് അടിച്ചതോടുകൂടി അയാൾ അലറിക്കൊണ്ട് അവിടെ താഴേക്ക് വീഴുകയാണ് കേട്ടോ. എന്നാൽ അതുകൊണ്ടൊന്നും ഇയാൾക്ക് വലിയ പരിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ വീണ്ടും എഴുന്നേൽക്കാൻ നോക്കി. ജൂലി എന്ത് ചെയ്തു? ഒരൊറ്റ ചവിട്ട് കൊടുക്കുകയാണ് കേട്ടോ അയാളുടെ മുഖത്ത്. എന്നിട്ട് ഓൾറെഡി അവർ എല്ലാവരും കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചായിരുന്നല്ലോ, ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്താണെങ്കിലും ആ ബോട്ട് ഫുള്ളായിട്ട് പൊട്ടി ചിതറി പോവുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽപ്പെട്ട് ആ കില്ലർ മരണപ്പെട്ടിട്ടില്ലായിരുന്നു. ഇയാൾ എങ്ങനെയൊക്കെയോ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ പിള്ളേരെയും കൂട്ടി ഓടി രക്ഷപ്പെട്ട ജൂലിയ ഇപ്പോൾ അവളുടെ ഹസ്ബൻഡ്, അതായത് ടോമിന്റെ ബോഡിയുടെ അരികിലെത്തുകയാണ്. ബെന്നും കാസിയും ആവട്ടെ അവരുടെ അച്ഛൻ മരിച്ചത് ഇപ്പോഴാണ് അറിയുന്നത്. അവരാകെ ഷോക്കായി പോയിട്ട് ആ ബോഡിയുടെ അടുത്ത് വന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ അതേ നേരം നിൽക്കാൻ പറ്റില്ല.
കാരണം ആ ഒരു ബ്ലാസ്റ്റിൽ നിന്നും ആ കില്ലർ രക്ഷപ്പെട്ടത് ഇവർ മൂന്ന് പേരും കാണുകയാണ്. അങ്ങനെ ജൂലിയ അവളുടെ ഹസ്ബൻഡിനെ അവസാനമായിട്ട് ഒരു മുത്തം നൽകി അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ആ ഒരു കില്ലറിൽ നിന്നും ഇവർ ഓടി രക്ഷപ്പെട്ട് ഒരു പാറയിടുക്കിലെത്തുകയാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇന്നലെ രാത്രി വരെ ഇവിടെ മുഴുവൻ കടൽ വെള്ളമായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് കുറച്ച് വെള്ളം അവിടെ ഇവിടെയും കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുക. ദാഹം മൂലം ഇവരത് കുടിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഉപ്പാണ്, വായിലേക്കൊന്നും വെക്കാൻ പോലും പറ്റുന്നില്ല. ഇതേ സമയം കാസിയുടെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അവൾ അതിപ്പോൾ ബെന്നിക്ക് കൊടുക്കുകയാണ്. പക്ഷെ ആ വെള്ളം മേടിച്ച് ബെന്നി കുടിക്കുന്നില്ല. കാരണം ആ കില്ലർ ഇങ്ങോട്ടേക്ക് വരാനും അവരെ അച്ഛനെ കൊല്ലാനും എല്ലാത്തിനും കാരണക്കാരൻ താനാണ്. താൻ ഇങ്ങനെ ബലൂൺ അയച്ചത് കൊണ്ടാണല്ലോ അയാൾ അത് കാണുകയും മനസ്സിലാക്കുകയും അവിടേക്ക് വരികയും ചെയ്തത്. ഈ കാര്യം കാസിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഇതിന്റെ പേരിൽ അവന് ഭയങ്കരമായിട്ട് ടെൻഷൻ വരികയാണ്. പക്ഷെ ജൂലിയ പറയുന്നുണ്ട്, അതൊന്നും ഒരു തെറ്റല്ല, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. പക്ഷെ അതൊന്നും ഇങ്ങനെയാവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ലല്ലോ. അതുകൊണ്ട് നീ ഒരിക്കലും വിഷമിക്കേണ്ട, നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം എന്നൊക്കെ കരുതി ഇവരൊന്ന് റിലാക്സ് ആയി നിൽക്കുമ്പോൾ ആ കില്ലർ ഇവരുടെ പിന്നാലെ തന്നെ വരികയാണ് കേട്ടോ. ഇനിയും അവന്റെ കയ്യിൽ പെട്ടാൽ എന്റെ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ട് പിള്ളേരെയും കൂട്ടി ജൂലിയ ഓടുകയാണ്. അങ്ങനെ അവർ ഓടുമ്പോൾ നമ്മുടെ മനുഷ്യരെ കടലിൽ അവിടെ ഉപേക്ഷിച്ച മാലിന്യ പ്ലാസ്റ്റിക്കുകളൊക്കെ അവിടെയും ഇവിടെയായിട്ട് കുമിഞ്ഞുകൂടി നിൽക്കുകയാണ്. അതൊക്കെ ഇവർ കാണുകയാണ് കേട്ടോ. മാത്രമല്ല കുറേയേറെ കടൽ മത്സ്യങ്ങൾ അവിടെയും ഇവിടെയുമായിട്ട് ചത്തുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ടോം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ജൂലി അതിനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. വേഗം തന്നെ ആ മീനിന്റെ അടുത്ത് നിന്നും അവനെ വിളിച്ചോണ്ട് പോവുകയാണ്. കാരണം ആ കില്ലർ അവരുടെ പിന്നാലെ തന്നെ വരികയാണ്. അതായത് ആ മുങ്ങിക്കപ്പലുള്ള സ്ഥലത്തേക്കിലെ ആ ക്യാപ്റ്റൻ പറഞ്ഞ ഡയറക്ഷൻ, ആ ഡയറക്ഷനിലൂടെ തന്നെ ഇവർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ പല കാര്യങ്ങളും ഇവർ കാണുന്നുണ്ട്. ചത്തുകിടക്കുന്ന വലിയ തിമീങ്കലങ്ങളും അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട വലിയ ബാലറുകളും. അതിൽ നിറയെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലാണ്. പല കമ്പനികളും ഗവൺമെന്റ് അപ്രൂവലുകൾ ഇല്ലാതെ ഇതുപോലെ പല കാര്യങ്ങളും കടലിൽ കൊണ്ടുപോയി കെട്ടി താഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പല റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളാണ് ആ ടിന്നുകളിലായിട്ട് ഇവർ കാണുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവർ മുന്നോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടയേർഡ് ആകുന്നത് ബെന്നാണ്. കാരണം അവന്റെ ഉള്ളിൽ ആ കുറ്റബോധം ഉള്ളത് കൊണ്ട് അവൻ ഒട്ടും വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അവിടെ ടയേർഡായിട്ട് വീഴുന്നുണ്ട്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ വെള്ളവും എടുത്തിട്ട് ജൂലിയ അവന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയൊന്നും കാസിയക്ക് ഇല്ലായിരുന്നു കേട്ടോ. അതേസമയം ജൂലിയ ആവട്ടെ പരമാവധി ആത്മവിശ്വാസം ഇവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവർ പരമാവധി ദൂരത്തിൽ അവിടെ നിന്നും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കുറെ ദൂരം ഇവർ മുന്നോട്ട് പോകുമ്പോൾ തുരുമ്പെടുത്ത് കിടക്കുന്ന ഒരു പഴയ പ്ലെയിന്റെ അവശിഷ്ടം അവിടെ കാണുകയാണ്. പണ്ടെന്നോ ഒരു സമയത്തെ കടലിലേക്ക് വീണ പ്ലെയിൻ ആണെന്ന് അവിടെ മനസ്സിലായി. അങ്ങനെ ഈ രാത്രി അല്ലെങ്കിൽ കഴിയുന്നത്ര സമയം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അവർ മൂന്ന് പേരും അതിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോഴാണ് ചെറുതായിട്ട് ശ്വാസമൊക്കെ വിടുന്നത്. ആ സമയത്ത് ജൂലിയ അവളുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാണ് കേട്ടോ. ടോമിനെ ആലോചിച്ചിട്ട് അവൾ ഒരുപാട് കരയുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ജൂലിയ ഒരു ഡോക്ടറാണ്. ടോം ആണെങ്കിൽ കടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തുന്ന ഒരാളാണ്. അങ്ങനെ എന്തോ റിസർച്ച് നടത്തുന്നതിനിടയിൽ അവനൊരു അപകടം പറ്റി ജൂലിയയുടെ അടുത്തേക്ക് ട്രീറ്റ്മെന്റിന് പോയതായിരുന്നു. അങ്ങനെയാണ് അവർ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൾ ഒരുപാട് വിഷമിക്കുകയാണ്. ഇതേ സമയത്തെ കുട്ടികളും അവരുടെ അച്ഛനെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അങ്ങനെ രാത്രിയായി എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ കാസിക്ക് മാത്രം എന്തോ ഒരു ശബ്ദം പുറത്തുനിന്ന് കേൾക്കാൻ പറ്റി. എന്താണ് അതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൾ അമ്മയോടും അനിയനോടും പറയാതെ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് അവളുടെ പിന്നാലെ വരുന്ന ആ കില്ലറെ അവൾ കണ്ടില്ല കേട്ടോ. പാവം, നമ്മുടെ കാസിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ കില്ലർ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കില്ലറുടെ പിന്നിൽ നിന്നും അവനെ മറ്റൊരാൾ ആക്രമിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ജൂലിയ തന്നെയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഷാർപ്പായിട്ടുള്ള കത്തി ഉണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ട് ഇയാളെ ഒരു 15 തവണ കുത്തി 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 കൊല്ലുകയാണ് അവളെ. അവളുടെ ഉള്ളിലെ ആ പക അവൾ അങ്ങോട്ട് തീർക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യം ആക്സിഡന്റലി സംഭവിച്ചതല്ല, ഇത് ഇവരുടെ ഒരു ട്രാപ്പായിരുന്നു കേട്ടോ. ആ കില്ലറെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ. കാരണം ഇവരുടെ പിന്നാലെ ഒരു വെറി പിടിച്ച നായെ പോലെ അയാൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇവർക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? ഇല്ല. നല്ല ഒരു പണി തന്നെ അങ്ങോട്ട് കൊടുത്തു. പിന്നീട് ഇവർക്ക് നല്ല ആശ്വാസമായിട്ടോ. തിരിച്ചു പോയിട്ട് അവർ ആ രാത്രി മുഴുവൻ അവിടെ വിശ്രമിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ഇന്നലെ കൊന്ന ആ കില്ലറുടെ ബോഡി അതാകെ അവിടെ ചിതറി കിടക്കുകയാണ്. അപ്പോൾ കാസിയോ ചോദിക്കുന്നുണ്ട്, അമ്മ കുത്തിയിട്ടാണോ ഇങ്ങനെയായത്? അപ്പോൾ അല്ല, ഇതിവിടെ എന്തോ ഒരു അപകടം ചുറ്റി പതുങ്ങി കിടപ്പുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ്. ഇനിയിപ്പോൾ അധിക നേരം ഇവിടെ നിൽക്കണ്ട, വേഗം തന്നെ ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് അവർ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അവർക്ക് അവിടെ നിന്ന് പോകാനുള്ള ലൊക്കേഷൻ
മാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ജൂലിയയും പിന്നെ കാസിയോയുമായിരുന്നു. എന്നാൽ ബെന്നിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വല്ലാതെ തന്നെ അവൻ ടയേർഡ് ആവുകയാണ്. അവന് വെള്ളമില്ലാതെ സർവൈവ് ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചെറിയ വെള്ളത്തിന്റെ കെട്ടുകൾ അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അതൊരു സാധാരണ വെള്ളമായിട്ട് തോന്നുന്നില്ല. കടലിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചീഞ്ഞ് നാറി കിടക്കുന്ന ഒരു വെള്ളമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ അതെന്താണ്, അത് കുടിച്ചാൽ എന്തെങ്കിലും പറ്റുമോ എന്നൊന്നും ആലോചിക്കാതെ നമ്മുടെ ബെന്നി വന്നിട്ട് ആ വെള്ളം കുടിക്കാൻ ഒരുങ്ങിയാണ്. പെട്ടെന്ന് തന്നെ ഇത് കണ്ട് ഓടിച്ചെന്ന കാസി അത് വന്ന് തടക്കുകയാണ്. എന്തായാലും അത് കുടിക്കാൻ പാടില്ലാത്തൊരു വെള്ളമായിരുന്നു. കുടിച്ച ഉടൻ തന്നെ അവൻ കൂടുതൽ ടയേർഡ് ആവുകയും ചെയ്തു. എന്ത് ചെയ്യും, നല്ല വെയിലാണ്. എന്തെങ്കിലുമൊക്കെ ഒരു തണലാക്കിയിട്ട് ഇവനെ ഒന്ന് കിടത്തണമല്ലോ. അങ്ങനെ ചുറ്റും നോക്കുമ്പോൾ കുറെ വേസ്റ്റ് സാധനങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റൊന്നും അവരവിടെ കണ്ടില്ല. അങ്ങനെ ആ വേസ്റ്റ് സാധനങ്ങൾ അവർ അടുപ്പിച്ച് വെച്ച് ഒരു തണൽ പോലെ ഇവരങ്ങ് ആക്കിയെടുക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം ഇവർ വിശ്രമിച്ചു. അപ്പോഴാണ് വേറെന്തോ ഒരു ശബ്ദം ഇവർ കേൾക്കുന്നത്. ജൂലിയ ഇപ്പോൾ പതിയെ പുറത്തേക്ക് വന്നിട്ട് അതെന്താണെന്ന് നോക്കുമ്പോൾ ശരിക്കും ജൂലിയ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. മക്കളെയും കൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് കരുതിയിട്ട് അവർ വേഗം തന്നെ അവരെയും കൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് അവിടെ വലിയൊരു കപ്പൽ മറിഞ്ഞു കിടക്കുന്നത് കാണുകയാണ്. അതിൽ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം വെള്ളത്തിലേക്ക് വീണ് ഡാമേജ് ആയി കിടക്കുകയാണ്. അതിനു ചുറ്റും ഇവരെ കൂടാതെ വേറെയും കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടുമായിട്ട് ജൂലിയ പറയാണ്, പരമാവധി രക്ഷപ്പെടാൻ പറ്റുന്ന ആൾക്കാരുകൾ രക്ഷപ്പെട്ടോ. ഇവരുടെ പിന്നാലെ ഒരു സാധനം വരുന്നുണ്ട് എന്ന്. അത് മറ്റൊന്നുമല്ല, കടലിലുണ്ടായിരുന്ന അത്യാവശ്യം വലിപ്പമുള്ള അക്രമകാരികളായിട്ടുള്ള ഞണ്ടുകളായിരുന്നു അത്. ആ ഞണ്ട് തന്നെയായിരുന്നു ഇവർ കൊന്നിട്ട് ആ കില്ലറിന്റെ ബോഡി ചിതറിപ്പിച്ച് കളഞ്ഞത്. എന്തായാലും ഇവർ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നതിന് മുൻപേ ആ ഞണ്ടുകളെ കണ്ട ആളുകൾ കണ്ടെയ്നറുകളുടെ ഉള്ളിൽ കയറിയിട്ട് അകത്തു നിന്നും ലോക്ക് ചെയ്യാണ്. അവിടേക്ക് വന്നിട്ട് ജൂലിയ അവരോട് കതക് തുറക്കാൻ പറഞ്ഞെങ്കിലും പേടി കാരണം അവരാരും അത് തുറന്നില്ല കേട്ടോ. ആ സമയത്ത് ആ കണ്ടെയ്നറിന്റെ മുകളിലേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ജൂലിയ മക്കളോട് പറയുകയാണ്. ഈ ബെന്നും കേസിയും അതിൽ കയറി. എന്നാൽ ലാസ്റ്റ് ആണ് ജൂലിയ അവിടേക്ക് കയറുന്നത്. അപ്പോഴേക്കും ആ ഞണ്ട് വന്നിട്ട് ജൂലിയയുടെ കാലിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വലിയ മുറിയാവുകയാണ് കേട്ടോ. അങ്ങനെ അവൾ ആകെ ടയേർഡായി പോവുകയാണ്. എന്നിരുന്നാലും അതിന്റെ മുകളിലേക്ക് കയറി രക്ഷപ്പെടുകയാണ്. എന്നാൽ ഇവരെ കൂട്ടാതെ കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് കയറിയ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നല്ലോ, ശരിക്കും പെട്ടുപോയത് അവന്മാരായിരുന്നു. കാരണം ഈ കണ്ടെയ്നർ വീണതോട് കൂടിയിട്ട് അതിന് ചെറിയൊരു ഡാമേജ്, അതായത് അടിഭാഗത്തൊക്കെ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. ഈ ഹോളിന്റെ ഉള്ളിലൂടെ ഞണ്ട് അകത്തേക്ക് കയറി. പിന്നെ പറയാനുണ്ടോ, ഇവരുടെ കയ്യിലുള്ള ആയുധം വെച്ച് പരമാവധി ഞണ്ടുകളെ കൊല്ലാൻ നോക്കുന്നുണ്ട്. പക്ഷെ എണ്ണത്തിൽ ഒരുപാടുണ്ടായത് കൊണ്ട് തന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരെയും അതിന്റെ ഉള്ളിൽ വെച്ച് കടിച്ചു കീറി കൊന്നു കളയാൻ കേട്ടോ ആ ഞണ്ടുകൾ. അതുപോലെ തന്നെ ജൂലിയും പിള്ളേരും ആണെങ്കിൽ കുറച്ചു നേരത്തേക്ക് സേഫ് ആയിട്ടുണ്ട്. ഈ താഴെയുള്ള ഞണ്ടുകളാണെങ്കിലോ താഴെയുള്ളവരെ കിട്ടിയപ്പോൾ അവറ്റകളുടെ വിശപ്പൊക്കെ മാറി അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജൂലിയയുടെ കാലിൽ മുറിവായതുകൊണ്ട് തന്നെ അവൾ നല്ല ക്ഷീണത്തിൽ അല്പം മയങ്ങി പോവുകയും ചെയ്തു. കുറെ നേരം കഴിഞ്ഞാണ് അവൾ കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന സമയത്ത് തൊട്ടടുത്ത് രണ്ട് മക്കളും കാണുന്നില്ല. ബെൻ, കേസി എന്നൊക്കെ വിളിച്ചിട്ട് അവൾ രണ്ടുപേരെയും അന്വേഷിച്ച് അതിലൂടെ നടക്കുമ്പോൾ ഇപ്പോൾ ഒരു കാഴ്ച കാണാണ്. അതായത് ഒരുപാട് കണ്ടെയ്നേഴ്സ് അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം കിട്ടി. ആവശ്യത്തിനും അതിലപ്പുറവും അവർ എടുത്തു വെക്കുകയാണ്. അതിനു പുറമെ കുറച്ച് ആളുകൾ അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണും അവരെടുക്കുകയാണ്. മാത്രമല്ല ഇവർക്ക് അവിടെ നിന്നും ഒരു സാറ്റലൈറ്റ് ഫോണും കൂടെ കിട്ടിയിരുന്നു. ആ ഫോൺ കിട്ടിയ ഉടനെ തന്നെ ഇവരെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്ന ആ ചെറിയ മുങ്ങിക്കപ്പലിലെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നല്ലോ, അയാളെ വിളിച്ച് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. അതായത് ആ വലിയ ക്രാബുകൾ വന്ന് അവരെ ആക്രമിച്ചതും അതേ മൂലം അവരുടെ കയ്യിൽ നിന്നും ആ മാപ്പ് നഷ്ടമായതും ഇനി എങ്ങനെ അവിടേക്ക് വരേണ്ടത് എന്നറിയില്ല. അതേസമയം ആ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, നിങ്ങൾക്കുണ്ടായതുപോലെ ഒരു ആക്രമണം എനിക്ക് നേരെയും ഉണ്ടായി. എങ്ങനെയോ കഷ്ടിച്ചാണ് ഞാൻ അവറ്റകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. പിന്നെ വേറൊരു കാര്യം, ഇതുപോലെ ഞണ്ടുകൾ ഈ ഭാഗത്തേക്ക് വരണമെങ്കിൽ അതിനർത്ഥം വെള്ളം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇനി അധികം സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് തിരിച്ചു വരണം. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലെയർ മുകളിലേക്ക് അടിക്കുകയാണ്. അപ്പോൾ ആകാശത്ത് വന്ന് അത് പൊട്ടിയ സമയത്ത് ബെൻ അവിടെ നിന്നും അത് കാണാൻ കേട്ടോ. അപ്പോൾ അവർക്ക് ലൊക്കേഷൻ കിട്ടി. അങ്ങനെ നേരെ അവർ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് കരുതി അത് തൊട്ടടുത്തല്ല, കുറച്ച് ദൂരം നടക്കാനുണ്ട്. അത്യാവശ്യം ഉയർന്ന സ്ഥലത്തെത്തി അവർ നോക്കുമ്പോൾ കുറെ ദൂരെയായിട്ട് മഞ്ഞ കളറിൽ ഇവർ എന്തോ ഒന്ന് കാണുന്നുണ്ട്. അതായത് ഇത് തന്നെയാണ് ആ ചെറിയ മുങ്ങിക്കപ്പൽ. എന്തായാലും കണ്ടല്ലോ, അതുകൊണ്ട് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകണം എന്ന് കരുതി അവർ അവിടേക്ക് പോകാൻ നിൽക്കുമ്പോൾ അത്യാവശ്യം ദുർഘടമായ ഒരു വഴിയാണ് കേട്ടോ പിന്നീടുള്ളത്. ഒരുപാട് വലിയ ഉരുളൻ കല്ലുകളും അതിൽ പറ്റി പിരിച്ചു കിടക്കുന്ന പായലുകളും ഇതൊക്കെയായിട്ട് ഭയങ്കര ദുർഘടമായിട്ടുള്ള ഒരു വഴി. എങ്ങനെയോ കഷ്ടപ്പെട്ട് ഇവർ അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു കുഴി, അതിലേക്ക് കാൽ തെറ്റി ഇവരുടെ അമ്മ ജൂലിയ ആ കുഴിയിലേക്ക് വീഴുകയാണ്. എന്നാൽ വീണപ്പോഴല്ല അറിയുന്നത് ആ കുഴി അത്ര ചെറുതൊന്നുമല്ല. രക്ഷപ്പെടാനോ രക്ഷപ്പെടുത്താനോ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല കേട്ടോ. അവസാനം ജൂലിയ പറയാണ്, മക്കളെ നിങ്ങളെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോ. പക്ഷെ കാസി ഉണ്ടോ, അവൾ അതിന് സമ്മതിക്കുന്നില്ല.
ഒരു കാരണവശാലും അമ്മയില്ലാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല എന്ന് തന്നെ അവൾ ഉറപ്പിച്ച് പറയുകയാണ്. എന്നാൽ ജൂലിയ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ്, നീ ഇവിടെ നിന്നും പോ, അനിയന്റെ കാര്യമെങ്കിലും ഒന്ന് നോക്ക്, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്ത്. അങ്ങനെ അവളുടെ നിർബന്ധ പ്രകാരം അവർ രണ്ടുപേരും മനസ്സ് കല്ലാക്കി അവിടെ നിന്നും നേരെ ഓടി ആ മഞ്ഞ ഷിപ്പിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അതൊരു ചെറിയ മുങ്ങിക്കപ്പലാണ്. വന്നപ്പോഴെ രണ്ടുപേരും ക്ഷീണം കൊണ്ട് കതക് തട്ടുകയാണ്. ആരെങ്കിലും ഉണ്ടോ, ഒന്ന് വാതിൽ തുറക്ക് എന്ന് പറയുകയാണ്. എന്നാൽ ആരും അകത്ത് നിന്നും ഒന്നും മിണ്ടുന്നില്ല. നോക്കുമ്പോഴതാ ഇതിന്റെ ആ ക്യാപ്റ്റൻ കപ്പലിന്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല, നിങ്ങൾ രക്ഷപ്പെട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ആ ഞണ്ടിന്റെ ആക്രമണത്തിൽ ഇയാൾക്ക് കുറെ മുറിവുകൾ സംഭവിച്ചിരുന്നു, ഒരുപാട് രക്തവും പോയിട്ടുണ്ട്, അധിക നേരമൊന്നും ഇയാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് പിള്ളേരോട് രണ്ടുപേരോടും അതിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുകയാണ്. എന്നാൽ ഇതേ സമയം കാസി അവൾ നോക്കുമ്പോൾ കടൽ വെള്ളമൊന്നും അങ്ങോട്ടേക്ക് വരാറായിട്ടില്ല. അവൾ വേഗം തിരിച്ചു പോവുകയാണ് അമ്മയെ രക്ഷപ്പെടുത്താനായിട്ട്. ഇതേ സമയം ജൂലിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവൾ ആ ചെറിയ കുഴിയിലേക്ക് വീണല്ലോ, അതിലേക്ക് ആ കൂറ്റൻ ഞണ്ടുകൾ ഓടിക്കിതച്ച് വരികയാണ്. കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് അവൾ ആ കൂറ്റൻ ഞണ്ടുകളെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എവിടെ ഒരെണ്ണത്തിനോ രണ്ടെണ്ണത്തിനോ മാക്സിമം പോയ 10 എണ്ണത്തിനെങ്കിലും ഷൂട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ ഈ വരുന്ന ഞണ്ടുകൾ 10-500 ഉണ്ടാകും. കഥ തീർന്നു എന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് മുകളിൽ നിന്നും ജൂലിയ ഒരു വിളി കേൾക്കുന്നത്. അങ്ങോട്ട് നോക്കുമ്പോൾ അത് കാസിയായിരുന്നു. അവൾ പറയുന്നുണ്ട്, അമ്മേ, ആ ക്യാപ്റ്റൻ മരണപ്പെട്ടു പോയി, അയാൾക്ക് ഞങ്ങളെ കൂടെ വരാൻ പറ്റില്ല, അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു വാ, നമുക്ക് അതിൽ കയറി രക്ഷപ്പെട്ടു പോകാം, മാക്സിമം 3 പേർക്കെങ്കിലും അതിൽ പോകാം. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ട് ജൂലിയ കാസിയുടെ കയ്യിൽ പിടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും മുകളിലേക്ക് വന്ന് നേരെ ആ ബോട്ടിന്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. അതേ സമയം തന്നെ ഇവരുടെ പിന്നാലെ തന്നെ ആ ഞണ്ടുകൾ വരുന്നുമുണ്ട്. അപ്പോൾ ഇതിന്റെ മുകളിലുണ്ടായിരുന്ന ബെന്നി അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ചിട്ട് പരമാവധി ഞണ്ടുകളെ കൊന്നെടുക്കുന്നുണ്ട്. അതേ നേരം തന്നെ ഇവർ നോക്കുമ്പോൾ ഒരുപാട് ഉയരത്തിലായി വെള്ളം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ട് കാലും കൈയും വിറക്കുന്നുണ്ട്. കേറി കേറി എങ്ങനെയൊക്കെയോ അവർ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവർ വേഗം തന്നെ അതിന്റെ മൂടി എങ്ങനെയൊക്കെയോ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോഴേക്കും വെള്ളം വന്ന് ഒരൊറ്റ അടിയാണ്. എത്ര ദൂരത്തേക്കാണ് ഇവരുടെ ആ ഷിപ്പ് തെറിച്ചു പോയതെന്ന് അറിയില്ല കേട്ടോ. അതിനുള്ളിൽ കിടന്ന് ഇവരങ്ങനെ കുലുങ്ങുന്നുണ്ട്. മരണത്തെ കൺമുൻപിൽ കണ്ടു എന്ന് പറയാം. അങ്ങനെ മരണത്തെ കൺമുൻപിൽ കാണുന്ന സമയത്ത് ജീവിതത്തിലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് നിമിഷങ്ങളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമെന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ ജൂലിയുടെ മൈൻഡിലൂടെ ടോമിനെ കുറിച്ചും അവരുടെ ലൈഫിൽ നടന്ന എല്ലാ നല്ല കാര്യങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് കടന്നു പോവുകയാണ്. ഇതേ സമയം പുറത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വളരെ ഉയരത്തിലാണ് വെള്ളം ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ വെള്ളത്തിലൂടെയുള്ള ഒഴുക്ക് അത് ഇവർക്ക് ഫീൽ ആകുന്നില്ല. നല്ല ശാന്തമായുള്ള സ്ഥലത്തേക്ക് അവരുടെ ബോട്ട് പതിയെ വന്ന് നിൽക്കുകയാണ്. പതിയെ അവർ അവിടെ നിന്നും എഴുന്നേറ്റ് മുകളിലേക്ക് വന്ന് ആ ഡോർ തുറന്നു നോക്കുന്ന സമയത്ത് അവരിപ്പോൾ കരയിലല്ല കരയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കരയിലെ അവസ്ഥയോ മുഴുവൻ ബിൽഡിങ്ങും വീടും മുഴുവനായിട്ട് അടിച്ച് തകർന്നു പോയിട്ടുണ്ട്. ഒരു ജീവനെ പോലും ഇവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ ഈ ഏരിയ അല്ലെങ്കിൽ ഈ ലോകത്തിലാകെ ബാക്കിയായത് ഇവർ 3 പേരുമായിരിക്കും. അതൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഈ ലോകം മൊത്തം തകർന്ന് ആകെ മുങ്ങിപ്പോയിട്ടുണ്ട്. അതിൽ ബാക്കിയായത് ഇവർ 3 പേരും മാത്രമാണ് കേട്ടോ. ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്.